നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും എത്തുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1947 റോവറിൻ്റെ ചീഫ് ഡിസൈനറായ മൗറിക്സ് വീൽസ് ഒരു വാഹനം ഡിസൈൻ ചെയ്തു. ജീപ്പിൻ്റെ ചേസിസും എഞ്ചിനും ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത ആ ഒരു വാഹനം 1948 മൗറിഷ്യസ് ഓട്ടോ എക്സ്പോയിലാണ് അവതരിപ്പിച്ചത്. അതുവരെ കണ്ടുവന്നിരുന്ന വാഹനങ്ങളുടെ ഡിസൈനിൽ നിന്നും വലിയൊരു വ്യത്യാസമാണ് ആ ഒരു പുതിയ വാഹനത്തിനുണ്ടായിരുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന വാഹന ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈനാണ് ആ വാഹനത്തിന് പുതിയതായി നിർമ്മിച്ച ആ വാഹനത്തിന് നൽകിയത്. അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തു. ആ ഒരു വാഹനം, ആ ഒരു കമ്പനിയുടെ പേരാണ് ലാൻഡ് റോവർ. അവിടെ നിന്ന് ഇങ്ങോട്ട് നിരവധി വാഹനങ്ങൾ, നിരവധി മോഡലുകൾ ഈ ഒരു ലാൻഡ് റോവർ നമ്മളുടെ വിപണിയിലേക്ക്, നമ്മളുടെ റോഡുകളിലേക്ക്, നിരത്തുകളിലേക്കൊക്കെ എത്തിച്ചു. ഇന്നിപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി സീരീസിലെ ഒരു വാഹനമാണ്. അതായത് ഇത്രയും വാഹനങ്ങൾ ഇറങ്ങി, നിരവധി വാഹനങ്ങൾ, പുതിയ അപ്ഡേറ്റൊക്കെ വന്നു. നമ്മളിപ്പോൾ നമ്മളുടെ വിപണിയിൽ അല്ലെങ്കിൽ നമ്മളുടെ നിരത്തിലൊക്കെ നിരവധി വാഹനങ്ങൾ കാണാറുണ്ട്. ലാൻഡ് റോവറിൻ്റെ ഇപ്പോൾ ഡിസ്കവറിയുടെ തന്നെ ഏറ്റവും പുതിയ വെർഷൻ കാണുന്നുണ്ട്, ഏറ്റവും പുതിയ ജനറേഷൻ വാഹനം കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഡിഫൻഡർ അടക്കമുള്ള വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, റേഞ്ച് റോവർ വാഹനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറച്ച് പഴയ ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1997 മോഡൽ, അതായത് ഈ ഒരു ഡിസ്കവറിയുടെ ആദ്യ സീരീസിലുള്ള ഫസ്റ്റ് ജനറേഷനിലുള്ള ഒരു വാഹനമാണ്. 1997 മോഡലിലുള്ള ഒരു ഡിസ്കവറിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം. Every minute with the fever dreams, I push my mind to a limit where it needs to be. I work blind, got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns sour with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hating like a hobby. I'm out here making moves like a lobby. And if you ain't with me, it's your loss. See, I got my mind on the facts, I'm a python, grab what I like real fast. Choke until I have everything I attack, everything that I lack, everything that I want and I see, matter of fact. Cause I'm my own worst enemy. Only if I let it be. ഒരേപോലെ ഫാമിലിക്കും ഓഫ് റോഡിനും ഉതകുന്നൊരു വാഹനം എന്ന ചിന്തയിൽ നിന്നാണ് ലാൻഡ് റോവർ ഡിസ്കവറി എന്ന വാഹനത്തിലേക്ക് എത്തിയത്. ഡിസ്കവറിയുടെ ആദ്യത്തെ സീരീസ് 1989 അവതരിപ്പിക്കുന്നത്. ആദ്യം 3 ഡോർ ആയിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ പിന്നീട് അതിലൊരു അപ്ഡേറ്റ് വരുത്തി 5 ഡോറിലേക്ക് മാറ്റുകയായിരുന്നു. ഒപ്പം തന്നെ 5 സീറ്റർ 7 സീറ്റർ ഓപ്ഷനുകളിലും ഈ ഒരു ഡിസ്കവറി ലഭ്യമായിരുന്നു. 1989 പുറത്തിറങ്ങിയ ആദ്യ മോഡൽ, ആദ്യ സീരീസ്, അത് 1998 വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഇപ്പോൾ ഉള്ളത് 1997 മോഡൽ ഈ ഒരു ഡിസ്കവറിയാണ്. ഇതിൻ്റെ പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ റീസെൻ്റായിട്ട് ഫുള്ളി റീസ്റ്റോർ ചെയ്ത് ഇറങ്ങിയതാണ്. അതായത് പൂർണ്ണമായും ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്ത് ഇറങ്ങിയതാണ്. അതിനു മുമ്പ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാഹനത്തിൻ്റെ പഴയ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്നും ഇതെങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തിയെന്നും നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മളിതാ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഈ വാഹനത്തിൻ്റെ പഴയ അവസ്ഥയും അതിൽ നിന്ന് ഈ രൂപത്തിലേക്ക് എത്തിയതിൻ്റെയും ആ ഒരു വീഡിയോകളാണ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിയ വാഹനം, അപ്പോൾ എല്ലാവരും ഒരു ചിന്ത, അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നുന്നത് ഇതെല്ലാം ഒറിജിനൽ പാർട്സ് ആണോ അല്ലെങ്കിൽ ഒറിജിനലി ആണോ എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിലുള്ളതിൻ്റെ 95% ഒറിജിനലാണ്. ലാൻഡ് റോവറിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒറിജിനൽ ആക്സസറീസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിൽ പൂർണ്ണമായും 100% ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിൽ ഇതിൻ്റെ ഒറിജിനൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഒറിജിനൽ ആക്സസറീസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്. പിന്നീട് ചില ഡാഷ്ബോർഡ് പോലെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ, അതായത് ഒറിജിനൽ അല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് പലതും UK നിന്ന് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്താണ് ഈ ഒരു വാഹനം ഇപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് പല കാര്യങ്ങളും, ഇപ്പം നമ്മൾ ഈ മുൻഭാഗത്ത് കാണുന്ന ഈ ലാൻഡ് റോവറിൻ്റെ ലോഗോ ഉണ്ടല്ലോ,
ഈ ലോഗോ, ലാൻഡ് റോവറിൻ്റെ ബാക്കിയുള്ള ലോഗോസ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ UK യിൽ നിന്ന് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോയാൽ ആദ്യം തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് ഇതൊരു ബോക്സി ഡിസൈനാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ഡിസൈൻ കാണുന്ന സമയത്ത് ലാൻഡ് റോവറിൻ്റെ അല്ലെങ്കിൽ റേഞ്ച് റോവർ ഒക്കെ ആയിട്ട് പല വാഹനങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് സാമ്യം തോന്നിക്കും. അത് പല ഡിസൈൻ പല സ്ഥലങ്ങളിലുമൊക്കെ പല ഡിസൈൻ എലമെൻറ്റുകളും നമുക്ക് വലിയ രീതിയിലുള്ള സാമ്യം തോന്നിക്കുന്നുണ്ട്. അത് ഈ ബോണറ്റിൻ്റെ ഡിസൈൻ അത് നമുക്ക് ഏത് ഭാഗമാണെന്ന് സ്പെസിഫിക്കലി പറയാൻ സാധിക്കില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഈ ഒരു പല വാഹനങ്ങളുമായിട്ട് ഏറ്റവും പുതിയ തലമുറ ഡിസ്കവറി ആയിക്കോട്ടെ, ഡിഫൻഡർ ആയിക്കോട്ടെ, അതുകൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള സാമ്യം നമുക്ക് തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും ഈ ഒരു മുൻഭാഗത്ത് നോക്കിയാൽ ഈ ഒരു ലാൻഡ് റോവറിൻ്റെ ആ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇത് ഒറിജിനലാണ്. ഇത് UK യിൽ നിന്നും ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു ബാഡ്ജ് എന്ന് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. പക്ഷേ എന്നാൽ ഒറിജിനലിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ഇവിടെ ഒരു ലാൻഡ് റോവറിൻ്റെ ആ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. ഇതും ഒറിജിനലാണ്, UK യിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇനി ഹെഡ്ലൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഇതുണ്ടാ ആ ഒരു ലാൻഡ് റോവർ ഒറിജിനൽ ഒരു ബാഡ്ജിങ് ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഒറിജിനലിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ഉള്ളത് എന്നുള്ളതാണ്. അതായത് കണ്ടില്ലേ, ലാൻഡ് റോവർ ബാഡ്ജിങ് ഉണ്ട്. ടേൺ ഇൻഡിക്കേറ്ററിലേക്ക് വന്നാൽ അതും ആ ഒരു പഴയ ആ ഒരു ടേൺ ഇൻഡിക്കേറ്ററാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇത് ക്യാമൽ ട്രോഫി എന്ന് പറയുന്നൊരു സ്പെഷ്യൽ എഡിഷൻ ഈ ഒരു ലാൻഡ് റോവറിന് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ എഡിഷനിൽ അതേ രീതിയിൽ നിർമ്മിച്ചെടുത്തതാണ്. ആ സ്പെഷ്യൽ എഡിഷൻ വരുമ്പോൾ അതിൽ ഈ ഒരു ടൈപ്പ് ഓഫ് വരുന്നുണ്ട്. അതായത് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതേ രീതിയിൽ തന്നെ ഇത് കസ്റ്റം ചെയ്ത് നിർമ്മിച്ചെടുത്തതാണ് എന്നുള്ളതാണ്. വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നൊരു കാര്യം, ഒരു പ്രധാനമായി വരുന്നൊരു ചോദ്യം വാഹനത്തിൻ്റെ ടയറുകളാണ്. ടയറുകൾ ഒറിജിനലല്ല, പക്ഷേ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. പിന്നീട് വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇതല്ലേ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. കണ്ടോ, ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ റിയർ മിറർ ഇവിടെയാണ്. ഇതൊക്കെ വാഹനത്തിൻ്റെ ഒറിജിനൽ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എടുത്ത കാര്യങ്ങളാണിതൊക്കെ. പിന്നീട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ കാണാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ ഒരു ഡോർ ഹാൻഡിലുകളാണ്. ഉണ്ടല്ലേ, അതായത് ഉണ്ടോ ഇങ്ങനൊരു ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. ഉണ്ടോ, അതായത് നമ്മളുടെ ഇപ്പോഴിറങ്ങുന്ന നമ്മളുടെ ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ ഒരു പഴയ വെർഷൻ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ഡോർ ഹാൻഡിൽ തനിയെ ഇങ്ങനെ വരും, നമ്മളൊന്ന് പുള്ളി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ പൂർണ്ണമായും പുറത്തേക്ക് വരില്ല, പൂർണ്ണമായും നമ്മൾ പുള്ളി ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒതുങ്ങിയ ഒരു ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ താഴെ ഒരു ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് വശക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട സവിശേഷത. കാഴ്ചകൾ ഇതാണ്. ഇനി നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം മുകൾ വശത്താണ്. മുകൾ വശത്തേക്ക് പോകുമ്പോൾ ഈ ഡിസൈൻ കണ്ടോ, ഇവിടെ വരെ ഒരു ഡിസൈനും ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. അതൊരു റീസൺ ഉണ്ട് എന്നുള്ളതാണ്. റീസൺ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതാണൊരു പ്രത്യേകത. ആ ഒരു ഡിസൈൻ വളരെ മനോഹരമായി നൽകിയിട്ടുണ്ട്. നമ്മൾ സഫാരിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു മോഡൽ ഡിസൈൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആ ഒരു ഫ്യൂവൽ ലിഡുള്ളത്, ഇവിടെയാണ്. ഇതിലിതാ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ കൂടെ നൽകിയിട്ടുണ്ട് മുകളിലേക്ക്. അതായത് ഇവിടെ നമ്മളുടെ പണ്ടുള്ള വാഹനങ്ങളിൽ സൺറൂഫ് ഇല്ലാത്തതിന് പകരമായി വാഹനത്തിനുള്ളിലേക്ക് കൂടുതലായി ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അകത്ത് നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ ഒരു പരിധി വരെ കാണുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് പോർഷൻ അത് ഈ രണ്ട് വശത്തുമായി നൽകിയിട്ടുണ്ട്.
ഇനി നമ്മൾ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരു ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഇമ്പോർട്ടഡ് ആണ്. പിന്നീട് ഈ ടെയിൽ ലാമ്പ് കണ്ടോ, പഴയ ടെയിൽ ലാമ്പാണ്. അതിനുള്ളിലും ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ ഇപ്പോൾ രണ്ടാമത് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചതാണ്, UK നിന്ന് വരുത്തിച്ചതാണ് ഈ ഒരു ടെയിൽ ലാമ്പ്. അതിലൊക്കെ ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഏരിയൽ ആൻറ്റിന ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. പിന്നെന്താ, ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ജെറി ക്യാൻ വെക്കുന്നതിനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ക്യാൻ വെക്കുന്നതിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. സ്പെയർ വീലുണ്ട്. മറ്റൊരു സവിശേഷത ഇതുണ്ടല്ലേ, ഈ ടോയ് ഹുക്ക് ഇതിൽ ഒറിജിനലി വരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. നമ്മൾ വാഹനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വാഹനം ഒരു ഫാമിലി വാഹനം, അതോടൊപ്പം ഒരു ഓഫ് റോഡർ കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു പക്ക ഓഫ് റോഡ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കാര്യങ്ങൾ, പക്ക ഓഫ് റോഡറാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അന്നേ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു സവിശേഷത. ഇനി ഇവിടെയാണ് നമ്മളുടെ പിൻഭാഗത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഡോർ ഹാൻഡിൽ നിർമ്മിക്കുന്നത് ഇവിടെയാണ്, ഇതിനുള്ളിലായിട്ടാണ്. നമ്മൾ തുറക്കുന്നു. തുറന്നു കഴിയുമ്പോൾ ഇതുണ്ടോ, 2 പേർക്ക് ഇവിടെ സുഖമായി ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകതയുള്ളത്. ഈ റൂഫ് ഇവിടുന്ന് കുറച്ച് മുകളിലേക്കാണ്, അതായത് നമ്മൾ പകുതിക്കുന്ന് കുറച്ച് മുകളിലേക്കാണ് ഈ റൂഫ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിൻഭാഗത്ത് കയറുന്നവർക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ സീറ്റുകൾ അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത്. അതായത് ഈ റൂഫിന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് പിൻഭാഗത്ത് ഇരിക്കാൻ സാധിക്കും. അപ്പം ഇതല്ലേ, ഇത് മടക്കി വെച്ചുകൊണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. മറ്റൊരു കാര്യം, ഇത് നേരത്തെ പറഞ്ഞ ഒരു 7 സീറ്ററാണ്, ഇതിൻ്റെ 5 സീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സീറ്റുകൾ ഉണ്ടാവില്ല. ഇത് പൂർണ്ണമായും ഒരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് വരിക. അപ്പം ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിലെ കാഴ്ചകൾ. അപ്പം ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ. ഇനി കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതിൻ്റെ സീറ്റുകളാണ്. ഈ സീറ്റുകളൊക്കെ മുൻപ് നമ്മൾ നേരത്തെ ആദ്യം ഈ ഒരു വാഹനത്തിൻ്റെ പഴയ ദൃശ്യങ്ങൾ, അതായത് ഈ വാഹനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് സീറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഈ സീറ്റുകളൊക്കെ പൂർണ്ണമായും പുതുതായി നിർമ്മിച്ചതാണ്. പക്ഷേ ഒറിജിനലിലെ അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് അതേ ഡിസൈനിൽ തന്നെ, ഈ ഡിസൈനൊക്കെ അങ്ങനെ തന്നെ വരുന്നതാണ്. പൂർണ്ണമായും അതേ സെയിം ഡിസൈനിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പിന്നീട് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാഷാണ്. ഈ ഡാഷ്ബോർഡ് ഒറിജിനലല്ല. ഒറിജിനൽ ഡാഷ്ബോർഡ് കുറേ അധികം അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് താൽക്കാലികമായി വെച്ചൊരു ഡാഷ്ബോർഡാണ് ഇത്. പക്ഷേ മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇതിലെ ഒറിജിനൽ അല്ലാത്ത കണ്ടന്റ് വരുന്നത്. എ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ 4 AC വെൻറ്റുകൾ മുൻഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ഒറിജിനലാണ്, ഒറിജിനൽ സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. അതിലെ ലോഗോയും ഒക്കെ ഒറിജിനൽ തന്നെയാണ്. പിന്നീട് ഈ ഒരു സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഇതുണ്ടല്ലേ, നോർമൽ ഗിയർ ലിവർ ഉണ്ട്. അപ്പം ഇത് 4x4-ൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം പൂർണ്ണമായും 4x4 ആണ്. അതായത് ഫുൾ ടൈം 4x4 എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അതായത് നമ്മൾ പ്രത്യേകം 4x4 ഇടേണ്ട കാര്യമില്ല. ഫുൾ ടൈം 4x4 ആണ് ഈ ഒരു വാഹനം ഇത് ചെയ്യുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ 4H 4L അടക്കമുള്ള ഒരു മോഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗിയർ ലിവറാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരം, വളരെ കംഫേർട്ട് നൽകുന്ന ആ ഒരു ഡിസൈൻ, ഒപ്പം ആ കുഷനിങ്ങും ഒക്കെ വളരെ പക്കയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് ഓഡിയോ സിസ്റ്റം ഇല്ല, സൗണ്ട് സിസ്റ്റം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുമാത്രമാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മുൻഭാഗത്തെ കാഴ്ചകൾ.
അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നേരത്തെ പറഞ്ഞാൽ ആകെ ഒരു പോരായ്മയെ കാണുന്നത് ഡാഷ് ഇല്ല, ഓഡിയോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതായത് പക്ക ആണ്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോയാലും ഇതുണ്ടല്ലേ, മുൻഭാഗത്തതിന് സമാനമായ ആ ഒരു ഡിസൈനൊക്കെയാണ്. സീറ്റിൻ്റെ ഡിസൈനൊക്കെ മുൻഭാഗത്തതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെന്താ ആ ഒരു വൈറ്റ് ഫിനിഷ് അത് വളരെ മനോഹരമാണ്. അതുതന്നെ ഡോറിലും നൽകിയിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ഉണ്ടോ, വളരെ മനോഹരമാണ്. ആ ഒരു സീറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആ ലെതർ ആ ഫിനിഷൊക്കെ ഡോറിലും കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിന് മുൻഭാഗത്ത് കാണിച്ചപ്പോൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് ഈ ഒരു വാഹനം ഇത് ഒറിജിനലി വരുന്ന സമയത്ത് ഇത് പവർ വിൻഡോ ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പവർ വിൻഡോ അല്ല ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. പവർ വിൻഡോ അല്ല, പവർ വിൻഡോ ഉപയോഗിക്കേണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ട് നോർമലിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇനി മറ്റു കാര്യത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ പുറമേ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അതായത് ഈ ഒരു ഗ്ലാസ്സാണ്. ഇതാണല്ലേ, വളരെ മനോഹരമായി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ്സാണ്. ഒപ്പം വാഹനത്തിനുള്ളിലേക്ക് പരമാവധി വെളിച്ചവും ലഭിക്കുന്ന രീതിയിൽ, പുറത്തുനിന്നുള്ള വെളിച്ചം പരമാവധി അകത്തേക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് അതിന് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാന സവിശേഷത കാണിച്ചു തരാം. അതായത് ഈ ഒരു വാഹനത്തിന് സീറ്റ് ബെൽറ്റാണ്. ഈ സീറ്റ് ബെൽറ്റുകൾ ഒറിജിനൽ സീറ്റ് ബെൽറ്റ് ഇപ്പോൾ കേട്ടില്ലേ, ഇത് ലാൻഡ് റോവറിൻ്റെ അത് ഈ ഒരു വാഹനം നിർമ്മിച്ച സമയത്ത് തന്നെ ഇതിലുണ്ടായിരുന്ന ഒറിജിനൽ സീറ്റ് ബെൽറ്റാണിത്. ഇത് കണ്ടോ, ദിസ് സീറ്റ് ബെൽറ്റ് കൺഫോംസ് ടു ഓസ്ട്രേലിയൻ ഡിസൈൻ റൂൾ ADR4 ആൻഡ് ഹാസ് ഫെഡറൽ സ്റ്റാൻഡേർഡ് FMV SS 209 when used with buckle in BTR 0736. അതിനൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാനുഫാക്ചർഡ് ബൈ ഓട്ടോലിവ് ലിമിറ്റഡ് ഇംഗ്ലണ്ട്, പ്രൊഡക്ഷൻ 1996. അതായത് 1996 ഈ ഒരു വാഹനം നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ സീറ്റ് ബെൽറ്റ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സവിശേഷത. അതായത് അന്ന് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു 96 മോഡൽ അത് തന്നെയാണ് ഇതിനുള്ളിൽ. കാരണം ഈ ഒരു വാഹനം പൂർണ്ണമായും ഇൻറ്റീരിയറൊക്കെ നശിച്ചിട്ട് പോലും ഈ സീറ്റ് ബെൽറ്റ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം അതിലുണ്ടായിരുന്ന ടാഗ് പോലും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത. അപ്പോൾ എത്രത്തോളമായിരുന്നു അതിൻ്റെ ആ ഒരു ഡിസൈൻ ക്വാളിറ്റി, എത്രത്തോളമായിരുന്നു അതിലൊരു ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പുറമേയുള്ള അല്ലെങ്കിൽ അകത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ്. പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയാണ് കേട്ടോ. ഇത് പൂർണ്ണമായും അലൂമിനിയം ബോഡിയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് കണ്ടില്ലേ, ഇത് മാഗ്നറ്റാണ്. വാച്ച് ഉണ്ടോ, സാധാരണ വാഹനങ്ങളിൽ ഞാൻ പലപ്പോഴും വാഹനങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളുടെ ബോണറ്റിൽ കൈ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ വാച്ച് ഇങ്ങനെ ഈ മാഗ്നറ്റ് അതിൽ ഒട്ടാറുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും അലൂമിനിയം ബോഡിയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഒരു കളറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ ഇത് ആദ്യകാലം മുതൽ ഉപയോഗിച്ച് ലാൻഡ് റോവർ വാഹനങ്ങൾക്ക് ഉപയോഗിച്ച് വന്നിരുന്നൊരു കളറാണ്. ആ കളറും അങ്ങനെ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ആ കളറിൻ്റെ അതേ വേരിയൻ്റ് കസ്റ്റം ആയി ചെയ്ത് എന്തായാലും നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം അത് ഓടിക്കാൻ ഗംഭീരമാണ്. പിന്നെ പറയേണ്ട കാര്യം ഇതിൻ്റെ സസ്പെൻഷനാണ്. ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളി റീസ്റ്റോർ ചെയ്തതുകൊണ്ട് തന്നെ സസ്പെൻഷനും പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായും മാറ്റിയെന്ന് പറഞ്ഞാൽ
അത് ഒറിജിനൽ തന്നെ UK നിന്ന് അതും ഇമ്പോർട്ടഡ് ആണ്. വാഹനത്തിൻ്റെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ UK നിന്ന് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതും ഒറിജിനൽ പക്ക ലാൻഡ് റോവറിൻ്റെ ഒരു സസ്പെൻഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനാണ്. എഞ്ചിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 89-ൽ 1989 ഈ ഒരു വാഹനം പുറത്തിറങ്ങുന്ന സമയത്ത് 2 എഞ്ചിൻ ഓപ്ഷനിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഈ ഒരു വാഹനമുള്ളത് 2.5 ലിറ്ററാണ്. 2.5 ലിറ്റർ 300 TDI എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. വളരെ മനോഹരം, വളരെ പവർഫുൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ടായിരുന്നു. 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും 5 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 5 സ്പീഡ് മാനുവലാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ലാൻഡ് റോവർ ഡിസ്കവറി സീരീസ് 1ൻ്റെ ഈ റീസ്റ്റോർ ചെയ്ത വാഹനത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും പുതിയ വാഹനങ്ങൾ മാത്രമല്ല, ഏറ്റവും പുതിയ വാഹനങ്ങൾ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങളുടെ വിശേഷങ്ങൾ, വിൻറ്റേജ് വാഹന വിശേഷങ്ങൾ, ഓഫ് റോഡ് വാഹന വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ വിൻറ്റേജാണ്, ഓഫ് റോഡാണ്, രണ്ടുകൂടി ചേർന്നൊരു വാഹനമാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട് എന്തായാലും ഇതിന്. അപ്പോൾ എന്തായാലും ഈ ഒരു ലാൻഡ് റോവർ ഡിസ്കവറി സീരീസ് 1 ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വാഹന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം, പുതിയ വിശേഷമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്. Every minute with the fever dreams, I push a mind to a limit where it needs to be. I work like I got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns sour with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hating like a hobby. I'm out here making moves like a lobby. And if you ain't with me, it's your loss, see. I got my mind on the facts, I'm a python, grab what I like real fast. Choke until I have everything I attack, everything that I lack, everything that I want and I see, matter of fact. 'Cause I'm my own worst enemy. Only if I let it be.